കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനമാകുന്നു. ശത്രുക്കളെ സ്നേഹിക്കുക. ഒരു ഗ്രാമത്തിൽ 2 അയൽവാസികൾ ഉണ്ടായിരുന്നു. ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ അവർ വർഷങ്ങളോളം പരസ്പരം സംസാരിച്ചിരുന്നില്ല. ഒരാൾക്ക് മറ്റൊരാളോട് വലിയ വിരോധമായിരുന്നു. ഒരു ദിവസം ആ വിരോധമുള്ള അയൽവാസിയുടെ വീട്ടിൽ തീ പിടിച്ചു. എല്ലാവരും ഭയന്ന് നോക്കി നിൽക്കുമ്പോൾ വർഷങ്ങളായി ശത്രുവായി കരുതിയിരുന്ന ആ മനുഷ്യൻ ഓടിയെത്തി സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി അകത്ത് കയറി അവന്റെ ചെറിയ മകനെ പുറത്തേക്ക് എടുത്തുകൊണ്ടുവന്നു. കുഞ്ഞിനെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അതിനുശേഷം അവൻ പറഞ്ഞു, നമ്മുടെ വഴക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം, പക്ഷേ നിന്റെ കുഞ്ഞിന്റെ ജീവൻ അതിനേക്കാൾ വിലപ്പെട്ടതാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അയൽവാസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പറഞ്ഞു, ഇത്രയും വർഷം ഞാൻ നിന്നെ ശത്രുവായി കണ്ടു, പക്ഷേ ഇന്ന് മനസ്സിലായി, സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മനുഷ്യൻ. അന്ന് അവർ പരസ്പരം ക്ഷമിച്ചു. വർഷങ്ങളായിരുന്ന വൈരാഗ്യം ഒരു നിമിഷത്തിൽ അവസാനിച്ചു. വചനവിചിന്തനം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്നേഹത്തിന്റെ വഴിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യേശു പറയുന്നത് നമ്മെ വേദനിപ്പിച്ചവരെ മറക്കണം എന്ന് മാത്രമല്ല, അവരുടെ തെറ്റിന് പകരം നന്മ തിരഞ്ഞെടുക്കണം എന്നാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് എളുപ്പമാണ്. നമ്മോട് നന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുവാനും സ്വാഭാവികമാണ്. എന്നാൽ നമ്മെ വേദനിപ്പിച്ചവരോട് നന്മ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ സ്നേഹത്തിന്റെ യഥാർത്ഥ ആഴം വെളിപ്പെടുന്നത്. യേശു ക്രൂശിൽ കിടന്നപ്പോൾ പോലും തന്റെ കൊലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് ക്രിസ്തീയ സ്നേഹം വികാരം മാത്രമല്ല, ഒരു തീരുമാനമാണ്. അവൻ എന്നോട് തെറ്റ് ചെയ്തു എങ്കിലും ഞാൻ അവനോട് നന്മ ചെയ്യും. അവൾ എന്നെ വേദനിപ്പിച്ചു എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് ക്രിസ്തുവിന്റെ വഴി. ജീവിത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മെ വേദനിപ്പിച്ച ഒരാളുണ്ടാകാം. അവരുടെ പേര് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വേദനയും കോപവും ഉയർന്നു വരാം. ഇന്നത്തെ വചനം നമ്മോട് ചോദിക്കുന്നു, നീ ആ വ്യക്തിയെ വെറുപ്പിന്റെ തടവറയിൽ തന്നെ സൂക്ഷിക്കുമോ, അതോ ക്ഷമയിലൂടെ നിന്നെയും അവനെയും സ്വതന്ത്രം ആക്കുമോ? ക്ഷമിക്കുന്നത് തെറ്റിനെ അംഗീകരിക്കുന്നതല്ല, ക്ഷമിക്കുന്നത് ആ തെറ്റിന്റെ ഭാരത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മോചിപ്പിക്കുന്നതാണ്. ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. നമ്മെ വേദനിപ്പിച്ച ഒരാളെ ഹൃദയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. 2, കഴിയുമെങ്കിൽ ഒരു ചെറിയ നന്മ അവരോട് ചെയ്യാം. 3, കർത്താവെ, എനിക്ക് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയം ക്രമേണ ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആകും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും എന്നെ ദ്വേഷിക്കുന്നവരോട് നന്മ ചെയ്യുവാനും എനിക്കെതിരെ സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. എന്റെ ഹൃദയത്തിലെ വൈരാഗ്യവും കോപവും നീക്കി സ്നേഹവും ക്ഷമയും കരുണയും നിറയ്ക്കണമേ. നിന്റെ സ്നേഹം എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.